ആദിൽ പാലോട്, ഗുഡ് മോർണിംഗ്. ആരായിരിക്കും ഇത്തവണ ബീഹാറിൽ ബിഗ് ബോസ്? ഉറപ്പായും ഈ എഡ്ജ് കാണുമ്പോൾ ഭാരതീയ ജനതാ പാർട്ടി തന്നെയാകാനുള്ള സാധ്യത തന്നെയാണ് നമ്മൾ കാണുന്നത്. പ്രത്യേകിച്ച് എക്സിറ്റ് പോൾ ഫലങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. മാത്രമല്ല ഇവരുടെ പ്രവർത്തന രീതി കൂടി മനസ്സിലാക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നേരിട്ടെത്തുന്നു. അമിത്ഷാ ദിവസങ്ങളോളം തുടർച്ചയായ ആഴ്ചകളിലെത്തി നേരിട്ട് പ്രചരണ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നു. അങ്ങനെ ഒരു നീക്കമാണ്, ഒരു പ്രചരണ രീതിയാണ് നമ്മളിവിടെ കണ്ടത്. അതിന്റെ ഒരു ഫലം ബീഹാറിൽ ലഭിക്കും. കാരണം NDA സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഗ്രാമങ്ങളിലൊക്കെ നമ്മൾ കണ്ടത് മറ്റൊരു ട്രെൻഡാണ്. തേജസ്വി വരട്ടെ, ഒരു അവസരം അവർക്ക് കൊടുക്കൂ എന്നൊരു അഭിപ്രായമാണ് പല യുവാക്കളും സ്ത്രീകളും ഒക്കെ പറഞ്ഞു കേട്ടത്. പക്ഷേ ഈ BJP വിരുദ്ധ വോട്ടുകൾ അത് തേജസ്വിയിലേക്ക് മാത്രം എത്തുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രശാന്ത് കിഷോർ ഒരു ഓപ്ഷനായി നിൽക്കുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. കുട്ടികൾക്ക് വേണ്ടി ഒരു വോട്ട് തരൂ, ഇത് സർക്കാരിനെ മാറ്റാനുള്ള വോട്ടായി കണക്കാക്കേണ്ട, കുട്ടികൾക്ക് ഒരു വോട്ട്, കുട്ടികളുടെ ഭാവിക്ക് വേണ്ടി ഒരു വോട്ട് എന്ന മുദ്രാവാക്യമാണ് പ്രശാന്ത് കിഷോർ ഉയർത്തിയത്. ഏതായാലും മറ്റൊരു ഓപ്ഷനായി അസദുദ്ദീൻ ഉവൈസി സീമാഞ്ചൽ മേഖലയിൽ മദ്യനിരോധനം ഇല്ലാതാക്കും, അത് വേണ്ടെന്ന് വെക്കും എന്ന് കൂടിയാണ് ജനസുരാജ് പാർട്ടി പറഞ്ഞിരിക്കുന്നത്. മദ്യനിരോധനം ഇല്ലാതാക്കുന്നതിലൂടെ സർക്കാരിന് 20,000 കോടി വരുമാനം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇപ്പോൾ ഈ മദ്യനിരോധനം അവിടെ നടപ്പാക്കിയിട്ട് ഒരുപാട് വ്യാജമദ്യ ദുരന്തങ്ങൾ ഉണ്ടാകുന്നു. ഈ വ്യാജമദ്യം ഉണ്ടാക്കിയതിന്റെ പേരിൽ 1 ലക്ഷത്തോളം പേർ ജയിലിൽ കഴിയുന്നുണ്ട്. അതും മഹാദളിത് വിഭാഗത്തിൽപ്പെട്ടവരാണ് ജയിലിൽ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ തന്നെയും പ്രതിഫലിക്കും എന്ന ഒരു സാഹചര്യം കൂടി നിൽക്കുന്നു. അത് എത്രത്തോളം ജനസുരാജ് പാർട്ടിക്ക് അനുകൂലമാകും? ആദ്യം അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വിഭാഗത്തിന്റെ വോട്ട് കിട്ടാൻ വലിയ സാധ്യതയാണുള്ളത്. അധികാരത്തിലെത്തിയ ഉടനെ മദ്യനിരോധനം എടുത്തു കളയും. മദ്യനിരോധനത്തെ തുടർന്ന് ഇപ്പോൾ കസ്റ്റഡിയിലുള്ള അറസ്റ്റിലായി ജയിലിൽ തടവിൽ കഴിയുന്നവരെ പുറത്തിറക്കും എന്നുള്ളതാണ് പ്രഖ്യാപനം. പക്ഷേ അത് വനിതകൾക്കിടയിൽ ഒരു വിരോധമുണ്ടാക്കുമോ എന്ന ചോദ്യം ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഒരു വലിയ ജനകീയമായ ഒരു തീരുമാനമായിരുന്നു മദ്യനിരോധനം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ദരിദ്രരായ ആളുകൾ തന്നെ മദ്യപിക്കുകയും വലിയ തോതിൽ വീടുകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്ത അത്രയും ബുദ്ധിമുട്ടുണ്ടായ ഒരു സമയത്താണ്, നഗരങ്ങളിലൊക്കെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വന്നൊരു സമയത്താണ് ഇരുപത്തിൽ മദ്യനിരോധനം ബീഹാറിൽ ഏർപ്പെടുത്തുന്നത്. അത് വനിതകളൊക്കെ വലിയ തോതിൽ ഏറ്റെടുക്കുകയും നിതീഷ് കുമാറിനോട്, ചിലരൊക്കെ നമ്മൾ പ്രായമുള്ള സ്ത്രീകളെ കാണുമ്പോൾ നിതീഷ് ബാബു എന്ന് പറയുമ്പോൾ ആ ഒരു സന്തോഷവും അവര് നിതീഷിനാണ് വോട്ട് കൊടുക്കുക എന്ന് പറയുന്നത് നമുക്ക് പലയിടത്തും കാണാൻ കഴിഞ്ഞിരുന്നു. ഏതായാലും അത് പ്രശാന്ത് കിഷോറിന് ആ അർത്ഥത്തിൽ ഗുണം ലഭിക്കുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഒരു വിഭാഗത്തിന്റെ വോട്ടുകൾ ലഭിക്കുമെന്നത് സത്യമാണ്. ഞാനിപ്പോൾ AN കോളേജിലാണുള്ളത്. പട്നയിലെ AN കോളേജാണ് നമ്മൾ ഈ കാണുന്നത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട വോട്ടെണ്ണൽ കേന്ദ്രം. ബീഹാറിലെ 14 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുന്നത് ഇവിടെയാണ്. 6000-ഓളം ബൂത്തുകളിലെ വോട്ടെണ്ണുന്നത് ഇവിടെയാണ്. ഇവിടെ പോളിംഗ് ഏജന്റുമാർ, സ്ഥാനാർത്ഥികളുടെ പ്രതിനിധികൾ, ഏജന്റുമാർ ഇവിടെ വരുന്നത്, അകത്തേക്ക് കയറിപ്പോകുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. ഈ ദൃശ്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്താൽ അവർ പോകുന്നതാണ്. ഈ അകത്തേക്ക് പോയി ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി. ഇതിന്റെ വോട്ടെണ്ണൽ बीजेपी बिल्कुल जीतेगी. बीजेपी लगभग 180 सीट पर जीतेगी. അതാണ് BJP-ക്കാരാണ് ഇവിടെ എത്തിയതിൽ നമ്മൾ അധികവും കാണുന്നത്. ഏതായാലും BJP-ക്കാരുടെ ഇടയിലാണ് ആദ്യം നിൽക്കുന്നതെന്ന് തോന്നുന്നു. ഇന്ത്യ സഖ്യത്തിന്റെ ആരും അങ്ങോട്ട് വരുന്നില്ല. ഇനി 88 മിനിറ്റ് ഉണ്ട്. ഇനിയും വരാം. വോട്ടെണ്ണൽ തുടങ്ങാൻ ഇനി 88 മിനിറ്റ് ബാക്കിയുണ്ട്. ഇന്ത്യ സഖ്യത്തിന്റെ ആരെയും കാണുന്നില്ല ഈ വോട്ടെണ്ണൽ കേന്ദ്രത്തിന് മുന്നിൽ. ഇന്ത്യ സഖ്യത്തിലെ ആളുകൾ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്നു. പക്ഷെ ഞാനിപ്പോൾ കാണുന്നത് അധികവും ഈ BJP പ്രവർത്തകരാണ്, BJP-യുടെ ഏജന്റുമാരാണ്. ഇവർ ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഒരു വ്യവസ്ഥാപിത സംവിധാനമായിട്ടാണ് ഈ BJP പ്രവർത്തിക്കുന്നത് എന്ന് പറയാതെ തരമില്ല. കാരണം നമ്മളിവിടെ വരുമ്പോൾ BJP-ക്ക് വേണ്ടി സംവിധാനങ്ങൾ തയ്യാറാക്കാൻ വേണ്ടി പ്രത്യേക ഒരു സംവിധാന കേന്ദ്രം തന്നെ തയ്യാറാക്കിയിരുന്നു. ഒരു പ്രത്യേക മുറി തയ്യാറാക്കിയിരുന്നു. ഒരു വാർ റൂം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ത്യ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഓഫീസിൽ പോലും ഒരു പ്രചരണ ഹാൾ നമ്മൾ കണ്ടില്ല എന്നതാണ്, ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് നമ്മൾ കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. പിന്നെയും ആർജെഡിക്കാണ് കുറച്ചുകൂടി BJP-യുടെ ഒരു രീതിയാണ് അതിൽ. അതുകൂടാതെ ഇപ്പോൾ ഈ വോട്ടെണ്ണലുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ RJD-യിൽ നിന്നും ചില പ്രതികരണങ്ങൾ വരികയാണല്ലോ. സ്ട്രോങ് റൂമിലെ CCTV ക്യാമറ ഓഫായിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഭാഗത്ത് പ്രതികരണം വന്നു? അതിനൊരു മറുപടി ഉണ്ടായോ? പലതരത്തിലുള്ള ക്രമക്കേട് ആരോപണങ്ങളാണ് തേജസ്വി യാദവ് അവസാന ഘട്ടത്തിൽ ഉന്നയിച്ചിരുന്നത്. പ്രത്യേകിച്ച് CCTV-കൾ ഓഫാക്കി വെക്കുന്നു, ഒപ്പം ക്രമക്കേടിനുള്ള ശ്രമം നടക്കുന്നു. അമിത്ഷായുടെ നേതൃത്വത്തിൽ CCTV, ഹോട്ടൽ റൂമിലെ CCTV ഓഫാക്കി തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരെ കണ്ട് ഭീഷണിപ്പെടുത്തുന്നു, പ്രശ്നമുണ്ടാക്കാൻ. അങ്ങനെ പലതരത്തിലുള്ള ആരോപണം ഉണ്ടായി. പക്ഷേ അതിനോടൊക്കെ BJP ആകട്ടെ മൗനം പാലിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതിനെ പരിശോധിക്കാമെന്ന അർത്ഥത്തിൽ പ്രതികരിച്ച് കണ്ടതുമില്ല. അതിനിടെ ചില മോക്ക് പോൾ നടത്തിയതിന്റെ VVPAT സ്ലിപ്പുകൾ റോഡരികിൽ
നിന്ന് കിട്ടിയിരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ക്രമക്കേടുകൾ തേജസ്വി യാദവ് ഉന്നയിച്ചിട്ടുണ്ട്. ഇതൊന്നും ആ നിലയ്ക്ക് പരിഗണിക്കപ്പെട്ടില്ല എന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്നും കാണാനായത്. ഇതൊക്കെ എങ്ങനെയാകും, ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇതൊക്കെ ഉയർത്തിയാകും ചിലപ്പോൾ പരാജയമാണെങ്കിൽ തേജസ്വി യാദവിന്റെ പ്രചരണം എന്ന കാര്യത്തിൽ സംശയമില്ലേ. ക്രമക്കേടുകളൊക്കെ കാണിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ബീഹാറിൽ BJPയെ ജയിപ്പിക്കാൻ തന്ത്രപൂർവ്വം വഴിയൊരുക്കി എന്ന പ്രചരണത്തിലേക്ക് ഒരുപക്ഷെ പരാജയപ്പെട്ട ഇന്ത്യ സഖ്യം പോകുന്ന കാഴ്ചയാകും നമ്മൾ കാണുക. ഏതായാലും ഇപ്പോൾ വോട്ടെണ്ണലിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും പട്നയിൽ ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. 14 മണ്ഡലങ്ങളിലെ വോട്ടെണ്ണുന്ന AN കോളേജിലേക്ക് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാർ വരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്മൃതി.